എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഹെവൻലി മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. ഈ ജീവിതം എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താനുള്ളതല്ലെങ്കിൽ അത് വെറുതെയാണ്. അവിടുത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഓരോ അവസരങ്ങൾ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളത്. ഇന്നേ ദിവസം ഹെവൻലി മെലോഡീസിൻ്റെ ശാലോമിൻ്റെ ഈ ഫ്ലോറിലിരിക്കുന്നത് നമുക്ക് പ്രിയങ്കരിയായ സിസ്റ്റർ സനില SD ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ അമ്മയുടെ, ടീച്ചർ അമ്മയുടെ സുന്ദരമായ അനുഭവങ്ങളും സുന്ദരമായ ഗാനങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സനില സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ ഈ ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ഫാദർ. സന്തോഷമായിരിക്കുന്നല്ലേ സിസ്റ്ററെ? സന്തോഷമായിട്ടിരിക്കുന്നു. നമുക്ക് ഈ എപ്പിസോഡും നമുക്ക് സിസ്റ്ററിൻ്റെ ഒരു സുന്ദരമായ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
വളരെ വളരെ സുന്ദരമായ മനോഹരമായ ഒരു ഗാനം കേട്ടോ. വളരെ ലയിച്ചിരുന്ന പാടിയത്. ഈ പാട്ട് വളരെ മനോഹരമായ പാട്ട്. കാരണം അതിൻ്റെ നമുക്കൊരു പ്രത്യാശ, നമുക്കൊരു എനർജി കിട്ടുന്ന ഒരു ഗാനമായിട്ടാണ്. ഒരു വാതിലടയുമ്പോൾ മറുവാതിൽ തുറന്ന് വഴിതെളിച്ചിടുന്ന ദൈവം. നല്ല വരികൾ. ഇത് ആരെഴുതിയതാണ്? ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ എഴുതിയതാണ്. സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ സൗമ്യ കവിയിൽ നിന്നാണ്. ആ, സിസ്റ്റർ ഒരു എഴുത്തുകാരിയാണ്. ഒത്തിരി എഴുതുന്നതാണല്ലേ? ഒത്തിരി പാട്ടുകൾ എഴുതുന്നുണ്ട്. ഈ സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ? സിസ്റ്റർ തൊടുപുഴ സ്കൂളിൽ പഠിപ്പിക്കുക, ടീച്ചറാണ്. ടീച്ചറാണല്ലേ? സംഗീതം സംഗീതം പീറ്റർ ചേരാനല്ലൂര്. പീറ്ററിൻ്റെ നല്ല പാട്ടാട്ടോ. വളരെ ഭംഗിയായിട്ട് സിസ്റ്റർ പാടി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സിസ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖലകളായിട്ടുള്ള ടീച്ചിങ്, അതുപോലെ തന്നെ സഭയുടെ കാര്യങ്ങളും ആ കരുതലിനെ പറ്റിയൊക്കെ വളരെ സ്നേഹത്തോടെ സിസ്റ്റർ പറയുമായിരുന്നു. പ്രത്യേകിച്ച് SD അഗതികളുടെ ഇടയിൽ, പാവങ്ങളുടെ ഇടയിൽ നൽകുന്ന ശുശ്രൂഷകൾ വളരെ വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു SD ആ ഒരു കോൺഗ്രിഗേഷൻ്റെ ഒരു കാരിസത്തെ പറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ പോലും ഒന്ന് സിസ്റ്ററിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങളുടെ സഭാസ്ഥാപകൻ പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് പൈപ്പിള്ളി അച്ഛനാണ്. അപ്പം അച്ഛൻ ധന്യൻ പദവിയിലേക്കാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അച്ഛൻ 1927 മാർച്ച് 19 ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തുടങ്ങുന്നത്. അത് തുടങ്ങുന്നതിന് അച്ഛനെ പ്രചോദിപ്പിച്ച വചനം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം. എൻ്റെ ഏറ്റവും ഇളയ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആ ഒരു കരുസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വല്യച്ഛൻ സഭ തുടങ്ങുന്നത്. അന്ന് ഇത് തുടങ്ങുമ്പോൾ തന്നെ അഗതിയായൊരു ജോസഫ് എന്ന പേരിലൊരു അപ്പാപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ തുടക്കം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അഗതി ആയിട്ടുള്ളവരെ ശുശ്രൂഷിക്കലാണ്. അതിപ്പം നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, വികലാംഗരായിട്ടുള്ള കുട്ടികൾ, പിന്നെ മാനസിക രോഗികളായിട്ടുള്ളവർ, പിന്നെ ഹോസ്പിറ്റൽസ്, സ്കൂള്, അങ്ങനെ എവിടെയെല്ലാം നമുക്ക് കടന്നു ചെല്ലാവുന്ന പ്രേക്ഷിത മേഖലകളിലേക്കൊക്കെ എത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിലും ഇപ്പം ഞങ്ങളുടെ പ്രൊവിൻസ് കോതമംഗലം പ്രൊവിൻസാണ്. കോതമംഗലം പ്രൊവിൻസിൻ്റെ ഒരു നോർത്ത് മിഷൻ എന്ന് പറഞ്ഞ ഒറീസയാണ്. പിന്നെ ഇപ്പം റുവാണ്ടയിൽ നമ്മൾ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു LP സ്കൂളാണ് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പോയിട്ടുണ്ട്. അവർ 3-4 പേര്, 2 പേര് ആദ്യത്തെ ഇതിൽ പോയേക്കുന്ന അവർ തിരിച്ചു പോരും. 3 പേരാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് സിസ്റ്റേഴ്സ് ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്, നേഴ്സുമാരായിട്ട്. പിന്നെ നമുക്കൊരു അഡ്വക്കേറ്റ് സിസ്റ്റർ ഉണ്ട്, LLBക്ക് ഒരു സിസ്റ്റർ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കാലത്തിനനുസരിച്ച്, ആവശ്യമനുസരിച്ച് നമ്മൾ സിസ്റ്റേഴ്സിനെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട്, സുപ്പീരിയേഴ്സ് അയക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ സഭയിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസ്, അതായത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നമ്മളെ കരുതുന്ന ഒരു ചുറ്റുമുണ്ട് അല്ലേ? എന്ത് വന്നാലും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും, ഇപ്പോൾ രോഗാവസ്ഥയാകാം, എന്ത് വന്നാലും സഭ കൂടെ ഉണ്ട് എന്നുള്ളൊരു. പിന്നെ നമുക്കിപ്പോൾ ഞാനൊക്കെ മടത്തി വരുന്ന സമയത്ത് അത്രയൊന്നും നമ്മളങ്ങനെ ആവശ്യപ്പെടാറില്ലായിരുന്നു, പഠിപ്പിക്കാൻ പോകണം അങ്ങനെ. പക്ഷേ ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾ കണ്ട് ഇപ്പം നമ്മളോട് ചോദിക്കുക എന്നത് പഠിക്കാൻ പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ആ അഭിരുചി അനുസരിച്ച് വിടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം. സിസ്റ്റർ പറയുമ്പോൾ തന്നെ സിസ്റ്ററിൻ്റെ മുഖത്തും വാക്കുകളിലും ഉണ്ട്. നമുക്കങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും ഒരു പാട്ടിലേക്ക് പോയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏത് പാട്ടാണ് ഇനി പാടുക? ഞാൻ മാതാവിൻ്റെ ഒരു പാട്ട്, മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ എന്നുള്ളത്. നമുക്കെന്നാ ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം
മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൻ പനിനീർപ്പൂ പോലെ നീർച്ചാലിനരികിൽ ലില്ലി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ചുടുവേനലിൽ ലബനോന്റെ മണ്ണിലെ പച്ചപ്പു പോലെ ധൂപകലാശത്തിൽ പുകയും നറുസുഗന്ധദ്രവ്യം പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. താങ്ക് യു സിസ്റ്ററെ. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മാതാവിൻ്റെ ഒരു ഗാനം സിസ്റ്റർ വളരെ മനോഹരമായിട്ട് പാടിക്കണം. വളരെ നല്ല കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സിസ്റ്ററെ, വളരെ ഭംഗിയായിട്ട് പാടിക്കട്ടെ സിസ്റ്റർ. താങ്ക് യു ഫാദർ. ഇപ്പം നമ്മുടെ ST കോൺഗ്രിഗേഷൻ ഇപ്പോൾ ഒരു ക്ലോയിസ്റ്റർ അല്ല ആ ഒരു സ്പിരിച്വാലിറ്റി, ഒരു മിണ്ടാമടത്തിൻ്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകും അല്ലേ? അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഒത്തിരി വളരെ പ്രഗത്ഭമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നുണ്ടല്ലോ. അതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഒന്ന് പറയാമോ? SD യിലേക്ക് കിട്ടിയ വിളിയിൽ നിന്ന് പിന്നൊരു ഉൾവിളി ഉണ്ടായതാണ് ഈ മിണ്ടാമടത്തിലേക്ക് ചേരാനുള്ളത്. അപ്പം അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സാണ് ഉള്ള 2-3 പേരുള്ള ഡോക്ടേഴ്സ്. ജനറലേറ്റിൻ്റെ കീഴിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പരിയാരത്താണല്ലേ?
പിന്നെ ഒരു അഡ്വക്കേറ്റ് സിസ്റ്ററുണ്ട്. പിന്നെ വേറെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ വല്ല സിസ്റ്ററിൻ്റെ ആ ഒരു ആഗ്രഹപ്രകാരം സ്പിരിച്വാലിറ്റി കൂടി ഒന്ന് കൂടി പറഞ്ഞേര്, അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ. അതായത് എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക് നമ്മളത് അനുവദിച്ചു കൊടുത്തു. ഇനി അവർക്കത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈഫ് പുറം ലോങ് ലോകമായിട്ടൊന്നും ഒരു ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല, ഫോൺ മീഡിയയുടെ കണക്ഷനോ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയൊന്നുമില്ല. അവർ കംപ്ലീറ്റ് ഈശോയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് ജീവിക്കുന്നു. ഇനി 3 വർഷം കഴിയുമ്പോൾ അവർക്കത് പറ്റുന്നില്ല, പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് അനുവാദമുണ്ട്. വിളിക്കുള്ളിലെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അല്ല, വിളിക്കുള്ളിൽ ഒരു വിളിയായിട്ടാണ് അതിനെ വലിയൊരു ഞങ്ങൾ കാണുന്നത്. വിളി അല്ലേ? ഓക്കെ ഓക്കെ. കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ അനുമതികളും ഉണ്ട്. ആ സ്വന്തം ഇഷ്ടത്തോടെ. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒത്തിരി തിരക്കുള്ളവരായിരുന്നു. ഒത്തിരി ആ രീതിയിൽ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സ് ആയിട്ടുള്ള സിസ്റ്റേഴ്സും അഡ്വക്കേറ്റ് ആയിട്ടുള്ള സിസ്റ്റേഴ്സും ഒക്കെ അതിന് മുമ്പിൽ നിൽക്കുന്നല്ലേ. എല്ലാവരും തന്നെ അവിടെ ഉണ്ടല്ലേ? അതിന് സനലി സിസ്റ്ററോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ എപ്പിസോഡുകളിലൊക്കെ മനസ്സിലായി നമ്മൾ എന്തോരം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സമർപ്പിതരായിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന സേവന മേഖലകൾ എല്ലാം ഉപേക്ഷിച്ച് വരുന്നു. സഭ കരുത്തായിട്ട് താങ്ങായിട്ടുണ്ട് ചെയ്യുന്ന മേഖലകൾ. കുറച്ച് മുമ്പ് പറഞ്ഞു പുതിയ മിഷൻ ഒറീസ ആയിരുന്നു കോതമംഗലം പ്രൊവിൻസിൻ്റെ മിഷൻ പ്ലേസെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കയിൽ റുവാണ്ട പരിചയമൊന്നുമില്ലാത്ത ആ ഒരു വിഭാഗത്തിലേക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ വേണം. ഞങ്ങളിന്ന് എന്തെങ്കിലുമൊക്കെ സഭയ്ക്ക് വേണ്ടി ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് അല്ലേ? ആ പ്രാർത്ഥന എന്നും ഞങ്ങൾക്ക് വേണം. അതൊക്കെ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡ് ഇവിടെ തീരുമ്പോൾ സിസ്റ്റർ എന്താണ് ഞങ്ങൾക്കൊരു സന്ദേശമായിട്ടൊക്കെ പറയാനുള്ളത് സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ? ലോകത്തെ എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ കരുണ പകരാനാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് ഏത് ഫീൽഡിലായാലും എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ കരുണ, ക്രിസ്തു കരുണയാണല്ലോ, ആ കരുണ പകരാനുള്ളൊരു പ്രചോദനമാണ് ഞങ്ങളുടെ വിളിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് എപ്പോഴും. അത് ചെറിയ കാര്യങ്ങളിൽ പോലും ആണെങ്കിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലെ ക്യാൻസർ വാർഡുകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റേഴ്സുണ്ട്. എല്ലാവർക്കും ഒരു പക്ഷേ ആ ഒരു വിളി ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. രാവിലെ ഇവരെ ക്ലീൻ ചെയ്യാനും അവരുടെ മുറിവുകളിൽ മരുന്നുകളോടൊപ്പം സ്നേഹവും കരുതലും പകർന്നു കൊടുത്തുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ വാർഡുകളിൽ നല്ല മരണത്തിന് അവരെ ഒരുക്കുന്ന സഹോദരിമാരെ കാണാനായിട്ട് അവരുടെ അനുഭവങ്ങൾ കേൾക്കാനൊക്കെ ആയിട്ട് ഇടവന്നിട്ടുണ്ട്. അപ്പം കണ്ടുമുട്ടുന്ന എല്ലായിടത്തും ഇപ്പം ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകൾ എവിടെയായാലും ഈ ഒരു കരുണ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ശുശ്രൂഷകൾ അധികവും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സഹോദരങ്ങളുടെ, കുടുംബാംഗങ്ങളുടെ, ശുശ്രൂഷ മേഖലകളിലുള്ളവരുടെ, നമ്മളെ കണ്ടുമുട്ടുന്നവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ശക്തിയായിട്ട് വരാറുണ്ട്. അപ്പോൾ തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിനെ കേന്ദ്രീകൃതമാക്കാനായിട്ട്, അവിടെ നമ്മുടെ ഒന്നും അല്ലല്ലോ കാണേണ്ടത്, ദൈവത്തിൻ്റെ മഹത്വം അത് പ്രകടമാക്കുവാനും ക്രിസ്തുവിൻ്റെ കരുണ എല്ലാവരിലേക്കും എത്തിക്കുവാനുമുള്ള ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുന്നു. നല്ലൊരു സന്ദേശമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെയൊക്കെ കുറവുകളുള്ള ബലഹീനരുള്ള, പക്ഷെ നമ്മളൊരു നല്ലൊരു പ്രായത്തിൽ സമർപ്പിതരായിട്ടുള്ള എല്ലാവരും തന്നെ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് തമ്പുരാന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നവരെ. അവിടെ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഒരു സപ്പോർട്ട്. എന്തെങ്കിലും കുറവുകൾ വന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ ഒരു പ്രാർത്ഥന, അത് മാത്രം മതി നമുക്ക്. ആ ഒരു ശക്തിയിൽ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. സിസ്റ്റർ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഞാൻ ഈ പറയാൻ കാരണം, ക്ലസ്റ്റർ വരാറുണ്ടല്ലോ നമുക്ക് അധ്യാപക പരിശീലന ദിനങ്ങൾ വരുമ്പോൾ. എനിക്ക് സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമുക്ക് നമ്മുടെ ഒപ്പമുള്ള ആ ഒരു വിഷയം തന്നെ എടുക്കുന്ന വിവിധ സ്കൂളിലെ ടീച്ചേഴ്സ് അവരൊരുമിച്ച് കൂടുന്നു, എൻ്റെ അപ്ഡേഷൻ നടത്തുന്നു, ഷെയറിങ് നടത്തുന്നു. നമുക്ക് നമ്മുടെ രീതികളിൽ കുറച്ച് ചേഞ്ച് വരുത്താനൊക്കെ പറ്റും. എനിക്ക് സിസ്റ്ററുമായിട്ടുള്ള ഈ കഴിഞ്ഞ ഇപ്പം 3-ാമത്തെ എപ്പിസോഡിൽ നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിൽ സിസ്റ്റർ ചെയ്ത വളരെ സുദൃഢമായിട്ടുള്ള സേവനങ്ങളൊക്കെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. ഈ തിരക്കിനിടയിൽ സിസ്റ്റർ വയ്യായ്ക വന്നിട്ടുണ്ട്, തൊണ്ടയ്ക്ക് പ്രശ്നം വന്നിട്ടുണ്ട്, നീണ്ട റെസ്റ്റ് വന്നിട്ടുണ്ട്. അതിനിടയ്ക്കും സിസ്റ്റർ പാട്ട് എഴുതുന്നു, സംഗീതം കൊടുക്കുന്നു, വളരെ സുന്ദരമായ ശബ്ദമുണ്ട്, നന്നായിട്ട് തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നു. ഒത്തിരി അഭിമാനം സിസ്റ്ററെ. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് സിസ്റ്ററിനെ ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സിസ്റ്റർ. താങ്ക് യു ഫാദർ.
അച്ഛനൊരു പാട്ടും കൂടെ പാടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒത്തിരി സന്തോഷമുള്ള സിസ്റ്ററെ. മെൽവിൻ റാഫിൽ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ അയർലൻഡിലാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു ഗാനം എഴുതിയായിരുന്നു. അത് പാടാനായിട്ടൊരു ഭാഗ്യം കിട്ടി. കൃപാസന മാതാവിനെ പറ്റി ഉള്ളൊരു പാട്ടാണ്. അമ്മേ കൃപാസനം അമ്മേ, കൃപയുടെ നിറവും നിന്നുള്ളിലല്ലേ, കരുണതൻ സ്പർശം നിൻ വിരൽ തുമ്പിൽ, സ്നേഹത്തിൻ കനലും നിന്നുള്ളിലല്ലേ, യേശുവിൻ പുൽക്കൂട്ടിലിൽ പാപിക്കൊരിടം തരുമോ, അമ്മ തൻ മടിത്തട്ടിലിൽ എന്നെ ഉറക്കിയിടുമോ. അമ്മേ അമ്മേ കൃപാസനമമ്മേ, അമ്മേ അമ്മേ സഞ്ചാരി അമ്മേ, അമ്മേ അമ്മേ ജീവന്റെ അമ്മേ. ദൂരത്തിൽ വേഗത്തിൽ മിന്നൽ പിണർ പോലെ സമയത്തിന്മേലെ സഞ്ചരിക്കുമമ്മ, ദൂരത്തിൽ വേഗത്തിൽ മിന്നൽ പിണർ പോലെ സമയത്തിന്മേലെ സഞ്ചരിക്കുമമ്മ, ഉടമ്പടി മക്കളുടെ അവകാശമേ, ഉടമ്പടി മക്കളുടെ അഭിമാനമേ, ഉടമ്പടി മക്കളുടെ അവകാശമേ, ഉടമ്പടി മക്കളുടെ അഭിമാനമേ. അണലില്ലാ വഴിയിൽ ഞാനേകനാ, കണ്ണീർ കയത്തിൽ ഞാൻ മുങ്ങിയപ്പോൾ ജീവന്റെ വെളിച്ചം നീ എന്നിലേകി, സ്നേഹത്തിൻ വാതിൽ നീ തുറന്നു, യേശുവേ എനിക്കു തന്നു, പാപമുള്ളൻ കൈകളിൽ എന്നെ രക്ഷിക്കുവാൻ സ്വർഗം തുറന്നു തന്നു. അമ്മേ അമ്മേ കൃപാസനമമ്മേ, അമ്മേ അമ്മേ സഞ്ചാരി അമ്മേ, അമ്മേ അമ്മേ ജീവന്റെ അമ്മേ.
സൈന്യത്തിൻ രാജ്ഞിയാമമ്മ സാത്താന്റെ തലയെ തകർത്തവളമ്മ. സ്വർഗീയ സൈന്യത്തിൻ രാജ്ഞിയാമമ്മ സാത്താന്റെ തലയെ തകർത്തവളമ്മ. യേശു പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞൊരമ്മ, യേശുവിൻ സ്വന്തമമ്മ, യേശു തന്നൊരമ്മ. ദൈവത്തിനു മകളാണമ്മ, പുത്രനാം ദൈവത്തിനു മാതാവാണമ്മ. രോഗികൾക്കെന്നും സൗഖ്യമേകും ശുദ്ധാത്മാവിൻ മണവാട്ടിയമ്മ. കരുണതൻ വാസസ്ഥലം, കൃപയുടെ സിംഹാസനം. കരുണതൻ വാസസ്ഥലം, കൃപയുടെ സിംഹാസനം. അമ്മേ അമ്മേ കൃപാസനമമ്മേ, അമ്മേ അമ്മേ സഞ്ചാരിയമ്മേ, അമ്മേ അമ്മേ ജീവന്റെ അമ്മേ, അമ്മേ അമ്മേ കൃപാസനമമ്മേ, അമ്മേ അമ്മേ സഞ്ചാരിയമ്മേ, അമ്മേ അമ്മേ ജീവന്റെ അമ്മേ. വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു. വരികൾ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ മെൽവിൻ റാഫേൽ എന്ന് പറഞ്ഞാണ് ആ സഹോദരൻ്റെ നന്ദി. കൃപാസന മാതാവിനെ കുറിച്ച് അധികം അങ്ങനെ പാട്ടുകൾ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ച് പാട്ടുകൾ വരുന്നുണ്ട്. എനിക്ക് തന്നെ ഒത്തിരി ഉടമ്പടിയൊക്കെ എടുത്ത് അനുഗ്രഹങ്ങൾ കിട്ടി അതിന്റെ നന്ദിയായിട്ട് പാട്ടെഴുതുന്നവരും ഉണ്ട് ഒത്തിരി പേര്. ഭംഗിയായിട്ടൊക്കെ നന്നായിരിക്കണോ പാടിയതും എൻ്റെ മ്യൂസിക്കും വരികളും എല്ലാം. താങ്ക് യു സിസ്റ്റർ. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ട സിസ്റ്റർ സനില SD, പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങളും സന്ദേശവും സുന്ദരമായ പാട്ടുകളൊക്കെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നോക്കുമ്പോൾ സിസ്റ്ററിൻ്റെ പ്രസൻസും വാക്കുകളിലൊക്കെ നമുക്കൊരു പ്രചോദനം ലഭിക്കുന്ന, പ്രത്യേകിച്ച് ദൈവവിളി ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ സിസ്റ്ററിൻ്റെ നമുക്ക് അത്തരത്തിലൊരു സന്തോഷം തോന്നുന്ന ഒരു എപ്പിസോഡുകളായിരുന്നു. ഈ തിരക്കൽക്കിടയിലും പ്രത്യേകിച്ച് അധ്യാപനത്തിൻ്റെയും മറ്റു ശുശ്രൂഷകളുടെ ഇടയിലും ഈശോയ്ക്ക് വേണ്ടി അവൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി വരികൾ എഴുതുകയും സംഗീതം ചെയ്യുകയും ആലപിക്കുകയും ചെയ്യുന്ന ആ സിദ്ധികളൊക്കെ തന്നെ സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഒത്തിരി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ സിസ്റ്ററിൻ്റെ നാവിലൂടെ കരങ്ങളിലൂടെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ SD കോൺഗ്രിഗേഷൻ്റെ സംഭാവനകളൊക്കെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ശാലോം ടിവിയുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നേരുകയാണ്. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും അതുപോലെ കൂടുതൽ ഗാനങ്ങളുമായിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി.